ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ഏവർക്കും സുപ്രഭാതം. ഓരോ സുപ്രഭാതത്തിലും കുറച്ചു നേരം ആത്മധ്യാനത്തിന് വേണ്ടി ഉത്സാഹിക്കാൻ ആചാര്യസ്വാമികൾ നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആത്മബോധം എന്ന കൃതിയിലൂടെ. ആത്മാവിനെ സംബന്ധിക്കുന്ന പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന ശേഷം വിവിക്തദേശേ ആസീന, ഏകാന്ത ദേശത്തിൽ ആളൊഴിഞ്ഞ ഇടത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന് സ്വസ്ഥരായിരുന്ന് ആത്മധ്യാനത്തിന് വേണ്ടി ഉത്സാഹിക്കണം എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിർദ്ദേശിച്ചതായിട്ട് നാം മനസ്സിലാക്കിയത്. ഇന്ന് അതിൻ്റെ തുടർച്ചയെന്നോണം ഒരു യാഗ പശ്ചാത്തലം മുൻനിർത്തിക്കൊണ്ട് അവിടെ അഗ്നി ജ്വലിപ്പിക്കുന്ന ഒരു ചിത്രത്തെ ദൃഷ്ടാന്തമായി സ്വീകരിച്ചുകൊണ്ട് അഗ്നിജ്വാല അതിന് സഹായകമായ ഉപാധികളെ ദഹിപ്പിക്കും പോലെ ധ്യാന പ്രക്രിയയും ഒരു ദഹനത്തെ ദഹിപ്പിക്കലിനെ ചെയ്യുന്നു എന്ന് ഭഗവത്പാദർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് വളരെ ആലോചനാമൃതമായ ധ്യാനാത്മകമായ ഒരു പാഠമാണ്. 42-ാമത്തെ ശ്ലോകത്തിൽ ഏവമാത്മാരണൗ ധ്യാന മഥനേ സതതം കൃതേ ഉദിതാവഗതിർജ്വാല സർവാജ്ഞാനേന്ധനം ദഹേത്. സർവ അജ്ഞാന ഇന്ധനം ദഹേത്. യാഗശാലയിൽ അഗ്നി അരണിയെ ദഹിപ്പിക്കും പോലെ ഇവിടെ ധ്യാന പ്രക്രിയയിൽ ഉളവാകുന്ന ജ്ഞാനാഗ്നി സർവ അജ്ഞാന ഇന്ധനം ദഹേത്. സകല അജ്ഞാന ഇന്ധനത്തെയും ദഹിപ്പിക്കുന്നു. അജ്ഞാനം മാത്രമല്ല ഇവിടെ ഇന്ധനസ്ഥാനീയമായി നാം പരിഗണിക്കേണ്ടത്. അജ്ഞാനത്തിൽ നിന്നുണ്ടായ, അവിദ്യയിൽ നിന്നുണ്ടായ കാമങ്ങളും കർമ്മങ്ങളും ജന്മജന്മാന്തരങ്ങളിലായി സമാഹരിക്കപ്പെട്ടിട്ടുള്ള വാസനകളും രാഗദ്വേഷങ്ങളും, ഇങ്ങനെ വിസ്തൃതമായ നമ്മുടെ ലോകവും അതിൻ്റെ സങ്കീർണതകളും സങ്കടങ്ങളും ഒക്കെ ഈ അറിവിൻ്റെ അഗ്നിയിൽ ദഹിച്ചു പോകും എന്ന ആശ്വാസം ഈ ശ്ലോകം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഇതിന്റെ ആസ്വാദനം മുറക്കി നടക്കട്ടെ. ഏവം ആത്മാരണൗ ധ്യാനമഥനേ സതതം കൃതേ. ആത്മാവിനെ അരണിയായി കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ധ്യാനമഥനം. യാഗശാലയില് അരണി എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൃക്ഷത്തിന്റെ ചെറുശാഖയാണ്. അത് വൃത്തിയായി ഒരു റോഡ് പോലെ മുറിച്ചെടുത്ത് അതിന്റെ മധ്യഭാഗത്ത് ഒരു ദ്വാരമിട്ട് അത് നിലത്ത് തിരശ്ചീനമായി വെക്കും. മറ്റൊരു ഇതേപോലെയുള്ള റോഡ് ലംബമായി അതിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് അതിനെ ഇങ്ങനെ കടയും. ഇങ്ങനെ കടയുന്ന സമയത്ത്, മഥനം ചെയ്യുന്ന സമയത്ത്, ടേൺ ചെയ്യുന്ന സമയത്ത് ഘർഷണം കൊണ്ട് അതിൽ നിന്നും, ഫ്രിക്ഷൻ കൊണ്ട് അതിൽ നിന്നും അഗ്നി ഉണ്ടാവും, ഫയർ. അതിനെ അവര് പഞ്ഞിയിൽ ശേഖരിച്ചിട്ടാണ് യാഗ അഗ്നിയെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ അഗ്നി ജ്വലിപ്പിച്ചെടുത്ത് വേണം യാഗം ചെയ്യാൻ എന്നതാണ് പഴയ കാലത്തെ ഒരു രീതി. ആ രീതിയെ ധ്യാനമുറിയിലേക്ക്, പൂജാമുറിയിലേക്ക്, നമ്മുടെ ധ്യാന പരിസരത്തിലേക്ക് ശങ്കരാചാര്യർ ആവാഹിച്ച് നമുക്ക് നിർദ്ദേശം തരുന്നു. ഏവം ആത്മാരണോ ധ്യാനമഥനേ സതതം കൃതേ. സമാനമായ ഒരു മന്ത്രം കൈവല്യോപനിഷത്തിൽ നാം പഠിക്കുന്നു. ആത്മാനമരണിം കൃത്വ പ്രണവം ചോത്തരാരണിം ജ്ഞാന നിർമ്മഥനാഭ്യാസാത് പാശം ദഹതി പണ്ഡിതഃ. പണ്ഡിതഃ പാശം ദഹതി. ആത്മാ ചിന്തനത്തിൽ മുഴുകിയിരിക്കുന്ന പണ്ഡിതൻ പാശത്തെ, ജന്മപാശത്തെ, കർമ്മപാശത്തെ, അജ്ഞാനപാശത്തെ ദഹിപ്പിക്കുന്നു. അവിടെ അടിയിലുള്ള അരണി ജീവാത്മാവാണ് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെയും ഏവം ആത്മാ അരണോ ധ്യാനമഥനേ സതതം കൃതേ. ആത്മാവാകുന്ന അരണിയിൽ ധ്യാനമഥനത്തെ എപ്പോഴും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഗ്നി എന്ന് പറഞ്ഞതുപോലെ അവിടെ പറയുന്നത്
ജീവാത്മാവാണ് അധോ അരണി, താഴെയുള്ള അരണി. പ്രണവം, ശാസ്ത്ര പാഠങ്ങളൊക്കെ ഗ്രഹിച്ചത്, അതാണ് പ്രണവം. ഓംകാരം അതുവരെ നേടിയെടുത്ത ശാസ്ത്ര പാഠങ്ങളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു ഓംകാരം. ആ ഓംകാരത്തെ ഉത്തരാരണിയായിട്ട് കൽപ്പിക്കുക. ജ്ഞാനനിർമഥനാഭ്യാസാത്, എന്നിട്ട് നടത്തുന്ന ധ്യാനമാകുന്ന മഥനം, ചേണി, അതുകൊണ്ടുണ്ടാകുന്ന അഗ്നി പാശത്തെ ദഹിപ്പിക്കുന്നു. ഇവിടെ അജ്ഞാനമാകുന്ന ഇന്ധനത്തെ ദഹിപ്പിക്കുന്നു. ഉദിത അവഗതിർ ജ്വാല, അവഗതി അറിവ്, അറിവിന്റെ ജ്വാല എല്ലാ അജ്ഞാനത്തെയും അതിൽ നിന്നുണ്ടാകുന്ന സകല കാര്യപ്രപഞ്ചത്തെയും നശിപ്പിക്കും. ഈ ആശ്വാസത്തെ അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ധ്യാനത്തിൽ നമുക്ക് ശ്രദ്ധാപൂർവം മുഴുകാം.